ഇത് ഞാൻ പോകുന്ന ഹോസ്റ്റലിലേക്കാട്ടോ. വെക്കേഷൻ കഴിഞ്ഞ് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അൻസി വന്നിട്ടുണ്ട്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ രജിഷ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് വേഗം കളക്ട് ചെയ്ത് വരാവുന്ന രീതിയിൽ പോയതുകൊണ്ട് മക്കൾസ് ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ഏകദേശം ഹോസ്റ്റലിൽ എത്താറായി. അവരില്ലാത്തതുകൊണ്ട് തന്നെ വേഗത്തിൽ വരണമെന്ന് മാത്രം തന്നെയായിരുന്നു എൻ്റെ ചിന്ത കേട്ടോ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലെത്തി. പക്ഷെ അവരോടൊപ്പം സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും നേരം പോയത് അറിഞ്ഞില്ല. സോ ഞാൻ റിട്ടേൺ വന്നപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ എല്ലാം മഴ പെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോയത് ഈ പെട്ടിയിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കാനാട്ടോ. ഇതിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, ഇതിലെന്താണെന്ന് കാണാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ വീട്ടിൽ പോയി ഈ പെട്ടി തോന്നിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഓക്കെ, ഹലോ, എക്സ്ക്യൂസ് മീ. ഇത് നിറച്ച സാധനങ്ങളാണ് ഗൈസ്. ഇതെന്താ രവി ഇങ്ങനെ ഇരിക്കുന്നത്? ഹണ്ണ എന്താ ഇങ്ങനെ നോക്കണേ? നീ മോളോട് പോയി നീയാ? ഓ, അപ്പം ഇനി പെട്ടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പെട്ടിക്കകത്ത് എന്ത് സാധനമാണെന്ന് വെയിറ്റ് ചെയ്തിരുന്നതെന്ന് കാണാം. പെട്ടി ഓപ്പൺ ചെയ്യൂ, തോർക്ക്. അപ്പോൾ പെട്ടി വന്നു. ഇത് അൻസിയ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഇത് അൻസിയുടെ ഇതാട്ടോ. അൻസിയ ഇവർക്ക് വേണ്ടിയിട്ട് സ്നാക്സ്, പിന്നെ ഓരോ സാധനങ്ങൾ വീതം നിയമമുള്ള തുറന്ന് കാണിക്കുന്നതായിരിക്കും. ആ സെറ്റ് സാരി. പിന്നെ ഇത് രാഖി അല്ലേ? എല്ലാ വർഷവും രവിക്ക് വേണ്ടിയിട്ട് രജിഷ്മ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ആക്ച്വലി രജിഷ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കിട്ടുമെന്ന്, പക്ഷേ കിട്ടിയിട്ടുണ്ടായില്ല. ഞങ്ങൾ ഇന്നല്ലേ കളക്ട് ചെയ്തത്. സോ ഇന്നും അതുപോലെ രമിക്ക് രാഖി അയച്ച് കിട്ടിയിട്ടുണ്ട്. ഏ രമി ഹാപ്പി ആയാ? ഞങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ, എല്ലാ വർഷവും രജിഷ്മയുടെ വക ഒരു രാഖി ഉള്ളതാണല്ലോ എന്ന്. ഇനി ആ കവറിൽ ഇതിൽ സെറ്റ് സാരി ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല. ഇതിൽ രമിക്ക് ഗിഫ്റ്റായിട്ട് ഷർട്ട് ഉണ്ട് കേട്ടോ, നല്ല ഷർട്ട്. രമി ഒന്ന് തുറന്ന് കാണിക്കുക. രമി അവിടെ ഇരിക്കാവോ? രമിനെ ഞങ്ങൾ ഇരിക്കൂ, ഇവിടെ നിലത്തിരിക്കൂ. വാ, ഇതെൻ്റെ സാരി കേട്ടോ. ഇത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ എന്താ പറയുക, ഇതിന് വേണ്ടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വിചാരിച്ച് ഇതുപോലത്തെ കുറച്ച് കളക്ഷൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എക്സാമിൻ്റെയൊക്കെ ബിസി ആയതുകൊണ്ട് ഞാനത് പോസ്റ്റ്പോൺ ചെയ്തു. ഇനിയും ഓണവും വിഷുവൊക്കെ വരുമല്ലോ, ആ സമയത്ത് ഇതുപോലത്തെ കളക്ഷൻ എടുത്ത് വെച്ചിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താമെന്നാണ് വിചാരിച്ചത്. ബട്ട് അവൾ അത് സർപ്രൈസായിട്ട് എനിക്ക് തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്നിരുന്നാലും തോന്നിയായിരുന്നു രജിഷ്മ എല്ലാ ഓണത്തിനും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരാറുണ്ട്. പിന്നെ അതിങ്ങോട്ട് കാണിച്ചേ. ഇത് ഇവരുടെ ആട്ടോ. ആ, ഇവർക്ക് വേണ്ടിയിട്ട് അവള് നല്ല ഇത് പട്ടുപാവടയല്ലേ ഗൈസ്? ഇതൊന്നും നിവർത്തി കാണിച്ചു നീയാ? അതാരുടെ ആയിട്ടായി? വാ, എനിവേ അതൊന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി നീയാ. നല്ല ടോപ്പ്, അതിൻ്റെ സ്കേർട്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ഓണത്തിനും ഓരോ സ്പെഷ്യൽ ഉണ്ട്. ഹന്ന ഇത് നിയയുടെയാണ്. ടോപ്പ് ജസ്റ്റ് ഒന്ന് കാണിക്കോ? ഇത് നിയയുടെയാണ്. അത് രണ്ടും നിയയുടെയാണ് തോന്നുന്നു. അപ്പോൾ ഹന്നക്കുട്ടിയുടെ എവിടെയെന്നാണ് നമ്മളിവിടെ. ഇത് ഞങ്ങൾ ഈ സോഫയ്ക്ക് വേണ്ടി വെച്ചിട്ട് കവർ മേടിച്ചതാട്ടോ. ഇത് ഓൾറെഡി ഞങ്ങൾക്ക് അറിയുന്നതായിരുന്നു ഈ കവർ മേടിക്കുന്നത്. ഹന്ന മോളുടെയാണിത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് രജിഷ്മ വെച്ചേക്കുന്നത്. ഹന്ന മോളുടെ ടോപ്പ് ഒന്ന് കാണിച്ചേ. ഹന്നക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് കാണിച്ചേ. അത് ബാക്ക് ആണെന്ന് തോന്നല്ലോ അല്ലേ? ആ,
വാവ്, സ്കേർട്ട് കാണിച്ചേ. ആ നല്ല ഉണ്ടല്ലോ. ആ ശരിയാ, ഉൾട്ട കൊടുക്കൂ. ശരിക്കും രണ്ടുപേരുടെ സെയിം ആണ്. ഇത് നിയയുടെയാണ്, അത് ഹന്നയുടെയാണ്. ഹന്ന അതെടുത്തോ ഹന്ന. അപ്പൊ ഇത്രയും തിങ്സ് ആട്ടോ ഇതില് നമ്മള്. അതെന്താ? ആ ഇതെന്റെ സാരി. എനിക്ക് ഭയങ്കര കുറെ നാളായിട്ട് സാരി ഉടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് സാരി, സ്കേർട്ട്. വാവ്, നല്ല സാരി. മൈ സാരി. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. ഇതാട്ടോ രമ്യയുടെ ഷർട്ട്. ഇതൊരു വെറൈറ്റി ഷർട്ടായിട്ട് എനിക്ക് തോന്നുന്നു. കതറിൻ്റെ ഒക്കെ കൂട്ടം അല്ലേ ഏട്ടായി? കതറാണോ? ആ എനിക്ക് ഇതിന് മെറ്റീരിയലിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കേട്ടോ ഞാൻ ഖത്തറിൻ്റെ കൂട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഓണത്തിന്റെ സാധനം എത്തി. മുഖത്തെ ഒരു ചിരിയൊക്കെ കാണുന്നുണ്ട്. പെങ്ങൾ കൊടുത്തുവിട്ടതിൻ്റെ ആ ഒരു സന്തോഷം, രക്ഷാബന്ധൻ മറന്നില്ല എന്നുള്ളതും ഗിഫ്റ്റായിട്ടെല്ലാം കിട്ടിയതിൻ്റെയും അല്ലേ. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇത് രമിയുടെ ഷർട്ടാട്ടോ. രമി എന്നോട് പറയാ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇതെന്തിനാ പറയുന്നത്, ഇത് അങ്ങനെ പറയാവോ ഇങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ എത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നാലും ഹസ്ബൻഡ് ഷർട്ട് ഇടുന്നത് ഒരു പ്രത്യേക ഫീലാണ്. നിങ്ങളിൽ എത്ര പേര് എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ, എന്നെ പോലത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്കിത് പ്രൗഡായിട്ട് വരുന്നുണ്ടോ. ഇത് രമിയുടെ ഷർട്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗിൽ ഇവിടെ തീർന്നു. Thanks for watching. Bye. Hello guys. ഇതാണ് ഞങ്ങൾ സോഫയിൽ ഞങ്ങൾ കവർ ബിക്കോസ് മാക്സിന്റെ ഫെറ് അവൻ ഷെഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുള്ള് സോഫയിലാണ്. പിന്നെ അത് അടിച്ചു മാറാനായിട്ട് റിസ്ക് ആണ്. അപ്പൊ ഞങ്ങള് ഇതിന് ഷെഡ് ചെയ്താല് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വാഷ് ചെയ്യാം. സോഫ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ബൈ. ഫൈനൽ ലുക്ക് ഹന്ന പറഞ്ഞിട്ട് ഹന്നയ്ക്ക് മതിയായിട്ടില്ല. അപ്പൊ ഹന്നനെ ഒന്നുകൂടെ പറയട്ടെ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് സോഫയുടെ. എനിക്ക് നല്ലതാണ് ഇഷ്ടം. 3 സോഫീസ് ഉണ്ട് അതിലെല്ലാം. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട്, ഇതിന്റെ ഡിസൈനും ഇഷ്ടപ്പെട്ട്. See you in the next video. Bye. Thanks for watching. Bye.